16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുക. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. UDF-ന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്കും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിലേക്കും മത്സരിക്കും. 2 പദവികളിലേക്കുമുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 16ാം കേരള നിയമസഭ, VD സതീശൻ്റെ മന്ത്രിസഭ, 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വരുന്നു. സുപ്രധാനമായ പല തീരുമാനങ്ങളും കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞു. സഭയിൽ എന്തായിരിക്കും പ്രതിപക്ഷ നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, ഇത്തവണ പതിവിന് വിപരീതമായി 3 BJP അംഗങ്ങൾ കൂടി സഭയുടെ ഭാഗമാകുന്നു. വി മുരളീധരൻ, ഒപ്പം രാജീവ് ചന്ദ്രശേഖറും, ഒപ്പം ചാത്തന്നൂരിൽ ജയിച്ച ഗോപകുമാറും അടക്കമുള്ള പ്രതിനിധികൾ BJPയുടെ ഭാഗമാകുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് കൂടും, സംശയമില്ല. നേരിടാനുള്ള കരുത്ത് ഭരണപക്ഷത്തിനുണ്ട് താനും. 102 സീറ്റുകളോടെയാണ് UDF അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് TG സജിത്തും R കിരൺ ബാബുവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സജിത്ത് ആദ്യം ചേരും. സജിത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കരുത്ത് കൂടിയ പ്രതിപക്ഷം, പ്രത്യേകിച്ചും BJP കൂടി കളത്തിലിറങ്ങുമ്പോൾ, 3 MLA-മാരുള്ളപ്പോൾ അത്തരമൊരു പ്രതിപക്ഷത്തെ കൂടി ഭരണപക്ഷത്തെ നേരിടേണ്ടി വരും. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് അവിടെ ഉള്ളത് എന്നത് പ്രധാനമാണ്. എന്തായിരിക്കും ഭരണപക്ഷത്തിൻ്റെ സഭയിലെ നിലപാട്? ഒപ്പം പ്രതിരോധവും പോരാട്ടവും ഒക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? സംസ്ഥാന നിയമസഭ, അതായത് UDF സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, ഭരണത്തിലേക്ക് 10 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന ശേഷമുള്ള നിയമസഭാ സമ്മേളനം, ഇനിയിപ്പോൾ ഒരു നിയമസഭയിലും എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലേക്ക് നിയമസഭാ സമ്മേളനത്തിനാണ് തുടക്കമാവുന്നത്. അതിൽ ആദ്യം MLA-മാരുടെ സത്യപ്രതിജ്ഞ എന്ന സ്വാഭാവിക നടപടി. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പകുതിയിലധികം MLA-മാരും പുതുമുഖങ്ങളാണ് എന്നതാണ്. 140-ൽ 71 പേരും പുതുമുഖങ്ങളാണ്. ആ പുതുമുഖങ്ങളുടെ കൂടുതൽ സ്വാധീനമുള്ള, അവർക്ക് മെജോറിറ്റിയുള്ള ഒരു നിയമസഭ എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പുതുമുഖ നിരയിൽ ഏറ്റവും കൂടുതലുള്ളത് UDF ക്യാമ്പിലാണെന്ന പ്രത്യേകതയുണ്ട്. ഏകദേശം 60-ലധികം MLA-മാരും പുതുമുഖങ്ങളിൽ UDF-ലാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആ തരത്തിൽ വലിയ ഒരു തരത്തിൽ പുതുമുഖ സാന്നിധ്യവുമായി ചേരുന്ന നിയമസഭാ സമ്മേളനമാണ് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളന കാലയളവ് സ്വാഭാവികമായും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതുകൂടിയായി മാറുകയും ചെയ്യും. മറ്റൊന്നുള്ളത് ഭരണ പ്രതിപക്ഷ ചേരികളിലെ ആ ബലാബലമാണ്. അതിനെ നോക്കുമ്പോൾ അറിയാം, വലിയ മജോറിറ്റിയുമായിട്ടാണ്. കഴിഞ്ഞ തവണ 99 അംഗങ്ങളുമായി ഇടതുപക്ഷം